മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നതെന്നല്ലേ ആലോചിച്ചേ? അതങ്ങനെയാ. ഒരു യാത്ര പോകുന്നതിന്റെ തലേന്ന് മുതൽ ഒരു വയറ് കത്തൽ, ഒരാദി. അതിന് തക്കതായിട്ടുള്ള കാരണങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ പോലെ വേറൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ വയറ് കത്തൽ കുറച്ച് കൂടും. 12 കിലോ ഭാരം വരുന്ന ഭാണ്ഡക്കെട്ടും തൂക്കി ലക്ഷ്മിക്കുട്ടിയോടും യാത്ര പറഞ്ഞിറങ്ങി. ഇന്ന് രാത്രി മുംബൈ എയർപോർട്ടിൽ നിന്നാണ് നമ്മുടെ ഇന്റർനാഷണൽ യാത്രയുടെ തുടക്കം. ഈ മുംബൈയിലെത്താനുള്ള ഫ്ലൈറ്റ് 6 മണിക്കൂറിനുള്ളിൽ കണ്ണൂർ എയർപോർട്ടിൽ നിന്നും പറന്നു പോകും. അതിനു മുമ്പ് അവിടെ എത്തണമെന്നുള്ള ലക്ഷ്യത്തിൽ ഒരു ഓട്ടോയിൽ ചാടിക്കേറി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പോക്കാണിത്. കോഴിക്കോട് നിന്ന് തലശ്ശേരി പോയി അവിടെ നിന്ന് മട്ടന്നൂർക്ക് ബസ് പിടിച്ച് പിന്നെ വീണ്ടും ഒരു ഓട്ടോ എടുത്ത് കണ്ണൂർ എയർപോർട്ടിൽ എത്തുന്നതാണ് ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ എന്ന് റെഡിറ്റിൽ ഒരു സഹോദരൻ പറഞ്ഞതിൻ്റെ ഒറ്റ ബലത്തിലാണ് ഈ പോക്ക്. കാഴ്ചകളും കണ്ട് പുതിയ രാജ്യത്ത് ചെന്ന് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ നാഗാലാൻഡിൽ കണ്ട കോണിയ ഗോത്രത്തിലെ ചേട്ടൻ ഒരു ചെറു പുഞ്ചിരിയോടെ ട്രെയിനിന്റെ വാതിൽക്കലിൽ വാളും പിടിച്ചു നിൽക്കുന്നു. കറക്റ്റ് സമയത്ത് തലശ്ശേരി എത്തിയ ട്രെയിനിൽ നിന്ന് ചാടിയിറങ്ങി ഓട്ടോ സ്റ്റാൻഡിൽ പോയി മട്ടന്നൂർക്കുള്ള ബസ് നിർത്തുന്ന സ്റ്റോപ്പിൽ ഇറക്കി വിടാമെന്ന് പറഞ്ഞ ഓട്ടോ ചേട്ടനെ വിശ്വസിച്ച് അയാളുടെ ഷെയർ ഓട്ടോയിൽ കയറി. കഷ്ടിച്ച് 300 മീറ്റർ എത്തിയപ്പോഴേക്കും വണ്ടി നിർത്തി ഇറങ്ങിക്കോ മോനെ എന്നും പറഞ്ഞ് 30 രൂപയും വാങ്ങി വഞ്ചനയ്ക്ക് കൂട്ടുനിന്ന മറ്റ് 2 യാത്രക്കാരുമായിട്ട് ഓട്ടോ മുന്നോട്ട് നിന്നു. ഞാൻ അവിടെ നിന്ന് 35 രൂപയ്ക്ക് ബസ്സും പിടിച്ച് ആടി ഉലഞ്ഞ് മട്ടന്നൂരെത്തി. വിചാരിച്ചതിലും നേരത്തെ. എന്നാ പിന്നെ ഒരു ബിരിയാണി കഴിച്ചിട്ട് പോ അല്ലേ? ബിരിയാണിയും കഴിച്ച് 3.5 കിലോമീറ്റർ അകലെയുള്ള കണ്ണൂർ എയർപോർട്ടിലേക്ക് ഓട്ടോ എടുത്തു. റെഡിറ്റ് പോസ്റ്റിൽ കണ്ട അതേ 150 രൂപ വാങ്ങി മാതൃകയായ ഓട്ടോ ചേട്ടനോടും യാത്ര പറഞ്ഞ് ചെക്ക് ഇൻ ബാഗേജും ഡ്രോപ്പ് ചെയ്ത് ടിക്കറ്റും വാങ്ങി കീശയിലിട്ട് എയർപോർട്ടിൻ്റെ ആളൊഴിഞ്ഞ മൂലകൾക്കായിട്ട് എൻ്റെ കണ്ണുകൾ പരതി. എല്ലാം പറഞ്ഞു, പക്ഷെ ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് മാത്രം പറഞ്ഞില്ലല്ലോ. ഞാൻ ഇന്ന് വരെ കാണാത്തൊരു രാജ്യം, ഞാൻ ഇന്ന് വരെ പോവാത്തൊരു കോണ്ടിനെന്റ്. വെൽക്കം ടു ദ പ്രൈഡ് ഓഫ് ആഫ്രിക്ക. യാത്രകളും കഥകളും രുചികളും സഫാരികളും അടങ്ങുന്ന കെനിയൻ എക്സ്പെഡീഷൻ ഇവിടെ ആരംഭിക്കുന്നു. ഞാൻ ഹരി. വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറീസ്. നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കെനിയ എത്തിയാൽ മതി എന്നായിട്ടുണ്ട്. സമയം ഇപ്പോൾ 2:25 ആയിട്ടുണ്ട്. 4:25 നമുക്ക് കണ്ണൂരിൽ നിന്ന് മുംബൈക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട്. ഒരു 6 മണി 7 മണിയാകുമ്പോൾ അത് മുംബൈയിലെത്തുന്നു. ഇന്ന് രാത്രി നമ്മൾ മുംബൈയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഫ്ലൈ ചെയ്താണ് നൈറോബിക്ക് പോകുന്നത്. അപ്പോൾ നാളെ രാവിലെ ഒരു 5 മണി 6 മണി കെനിയൻ സമയത്ത് നമ്മൾ നൈറോബിയിൽ എത്തും കേട്ടോ. വേണമെങ്കിൽ നമുക്ക് കൊച്ചിയിൽ നിന്ന് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. കണക്ഷൻ ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട് മിഡിൽ ഈസ്റ്റ് ത്രൂ. പക്ഷേ ഞാൻ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ലോകരാജ്യങ്ങളിലെ പല നേതാക്കന്മാർക്കും തലയ്ക്ക് വട്ടിങ്ങനെ മൂർധന്യത്തിൽ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ നമുക്കറിയില്ലല്ലോ ഈ യുദ്ധമൊക്കെ കാരണം ഏതെങ്കിലും ഫ്ലൈറ്റ് ക്യാൻസലായി പോകുക, അല്ലെങ്കിൽ ഏതെങ്കിലും എയർപോർട്ടിൽ ബോംബിങ്ങോ ഒക്കെ ഉണ്ടോ, അബുദാബി അങ്ങനെയൊക്കെ ത്രൂ ആണ് കണക്ഷൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സേഫർ സൈഡ് ബോംബെയിൽ നിന്ന് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇത്ര ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ, ഇവിടുന്ന് ബോംബെ പോകണം എന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. എന്നാലും നമുക്ക് ഡയറക്റ്റായിട്ട് നൈറോബിയിലേക്ക് ഫ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറോബിയും കുറേ സഫാരികളും മാത്രമാണെന്നുള്ള കുറച്ച് തെറ്റിദ്ധാരണകൾ പൊളിച്ചടക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ട്രിപ്പിൽ റോഡ് ട്രിപ്പ് ചെയ്യും, നമ്മൾ അവിടുത്തെ കൾച്ചർ എക്സ്പ്ലോർ ചെയ്യും, ഫുഡ് എക്സ്പ്ലോർ ചെയ്യും, സഫാരികൾ ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടി അടങ്ങുന്ന ഒരു പാക്കേജാണ്. ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു കെനിയയുടെ ഒരു 50% അല്ലെങ്കിൽ ഒരു 60% നമ്മൾ ഈ അടുത്തൊരു 2 ആഴ്ച, ഞാൻ ഒരു 16 ഡേയ്സാണ് അവിടെയുള്ള യാത്ര ഉള്ള ദിവസങ്ങളടക്കം. അപ്പോൾ ആ ഒരു 16 ഡേയ്സിൽ നമുക്ക് കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മലയാളത്തിൽ വരാത്ത ചില കോണ്ടന്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ മുകളിൽ നമ്മുടെ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഞാൻ കുറച്ച് നേരം ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നു. അവിടെ ഓപ്പൺ ആക്കിയിട്ടില്ല, കുറച്ച് നേരം കഴിഞ്ഞ് വരാനാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പതുക്കെ മുകളിലേക്ക് പോയി ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇന്ത്യക്കാർക്ക് കെനിയയിലേക്ക് ഈ വിസയാണ്. അത് നമുക്ക് സ്വന്തമായിട്ട് ഓൺലൈനിൽ ഈസിയായി അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിൾ പ്രോസസ്സാണ്. വിസ ഫീയും ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീയും എല്ലാം ചേർത്ത് $35 90 ദിവസം വാലിഡിറ്റി ഉള്ള കെനിയൻ ഈ വിസയ്ക്ക് എനിക്ക് ചിലവായത്. കെനിയയ്ക്ക് പോകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം യെല്ലോ ഫീവറിന്റെ വാക്സിൻ നിർബന്ധമായിട്ടും എടുക്കണം എന്നുള്ളതാണ്. അത് കെനിയ ഗവൺമെന്റ് പറയുന്നതല്ല കേട്ടോ, ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ റിക്വയർമെന്റ് ആണ്. ആഫ്രിക്കയിൽ കെനിയ അടക്കം 29 രാജ്യങ്ങളും സൗത്ത് അമേരിക്കയിലെ 13 രാജ്യങ്ങളിലും പോകുന്നതിന് മുമ്പ് ഇന്ത്യയിൽ നിന്നും ലൈഫ് ടൈം വാലിഡിറ്റി ഉള്ള യെല്ലോ ഫീവറിന്റെ വാക്സിൻ എടുത്തില്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ 6 ദിവസം മാൻഡേറ്ററി ആയിട്ട് ക്വാറന്റൈൻ ഇരിക്കണം. ഇങ്ങനെ ട്രാവൽ പർപ്പസിന് കേരളത്തിൽ ആകെ 2 സ്ഥലത്ത് നിന്നേ വാക്സിൻ എടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് കാർഗോ കോംപ്ലക്സിന്റെ അടുത്തുള്ള എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന്, മറ്റൊന്ന് എറണാകുളത്ത് തന്നെ വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള പോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന്. യാത്ര പോകുന്നതിന് ഒരു 10 ദിവസം മുമ്പെങ്കിലും വാക്സിൻ എടുക്കണമെന്നാണ് കണക്ക്. കൊച്ചിയിൽ എയർപോർട്ടിൽ ചൊവ്വയും വ്യാഴവും, വില്ലിംഗ്ടൺ ഐലൻഡിൽ ബുധനും വെള്ളിയും
കെനിയും മാത്രമേ വാക്സിൻ എടുക്കാൻ പറ്റുള്ളൂ. ടോക്കൺ ബേസ്ഡ് ആണ്. അതുകൊണ്ട് രാവിലെ ഒരു 7:30 അവിടെ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വാക്സിൻ എടുത്ത് തിരിച്ചു പോരാം. ഞാൻ എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷനിലാണ് പോയത്. 2.5-3 മണിക്കൂറിൽ എനിക്ക് വാക്സിനും എടുത്ത് ഇറങ്ങാൻ പറ്റി. വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ പാസ്പോർട്ടിന്റെ ഒരു ഒറിജിനലും ഫോട്ടോ കോപ്പിയും, ഒരു പേന, പിന്നെ വാക്സിൻ ഫീ ആയിട്ടുള്ള 300 രൂപ ക്യാഷ് ആയിട്ടും കൊണ്ടുപോകാൻ മറക്കണ്ട. കഥ പറഞ്ഞിരുന്ന നേരം കൊണ്ട് ഫ്ലൈറ്റ് മുംബൈയിൽ ലാൻഡ് ചെയ്തു. ഫ്ലൈറ്റ് ഓൺ ടൈം മുംബൈയിൽ എത്തിയിട്ടോ. സമയം 7 മണി. ഞാൻ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങി. അപ്പോൾ ഇനി അടുത്ത ഫ്ലൈറ്റ് നൈറോബിക്കുള്ളത് രാത്രി 2:15-നാണ്. അപ്പോൾ അതുവരെ പ്രത്യേകിച്ച് വേറെ പണികളൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ തിരിഞ്ഞ് നടക്കാം. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഈ നെക്ക് പില്ലോ ഒരെണ്ണം മേടിക്കണമെന്നുണ്ട്. ലക്ഷ്മിയുടെ എല്ലാവരും ഉണ്ടായിരുന്നു, അത് എടുത്തുകൊണ്ട് വരണമെന്ന് വിചാരിച്ചാൽ മറന്നുപോയി. എന്തായാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിറ്റിയാണ്. ഞാൻ 3 കൊല്ലം എൻ്റെ ജീവിതം ചെലവഴിച്ച് ഇവിടെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി പുറത്തൊക്കെ കണ്ട് പറ്റിയാലൊരു വടാപ്പാവ് കിട്ടുമെങ്കിൽ വടാപ്പാവും കൂടി കഴിച്ചിട്ട് നമുക്ക് മറ്റേ ടെർമിനസിലേക്ക് പോകാം. എന്നിട്ട് ഒരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് അറിയില്ല, ഫ്ലൈറ്റിൽ 4 പേരെ കണ്ടേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. ഒരു ഫ്ലൈറ്റിൽ നമ്മൾ വന്ന ഫ്ലൈറ്റിൽ അത് ഇത്രയും സന്തോഷം ഉണ്ടാക്കുന്ന വേറൊരു കാര്യമില്ല. അപ്പം ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതിൽ ഒരാൾ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകട്ടെ. അവരുടെ ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വാഷ്റൂമിൽ പോയിക്കായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. എയർപോർട്ട് കോംപ്ലക്സിൻ്റെ പുറത്തിറങ്ങിയിട്ട് എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാട്ടോ. അവിടെ പോയിട്ട് ഒരൊറ്റ ഓട്ടോറിക്ഷക്കാർ പോലും സവാരി പോകുന്നില്ല. പിന്നെ ഉള്ളത് ഓൺലൈൻ ബുക്ക് ചെയ്യണം അത്ര. അപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ 15-20 മിനിറ്റൊക്കെയാണ് കാണിക്കണേ വരാൻ വേണ്ടി. അപ്പോൾ അത്ര നേരം ഒന്നും ഇവിടെ നിൽക്കാൻ വയ്യ. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറുതെ സമയമുണ്ടല്ലോ അതുകൊണ്ട് പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല ചൂടുമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു തിരിച്ചകത്തേക്ക് കയറാമെന്ന്. അങ്ങനെ വേർത്ത് ഒലിക്കുകയാണ്. നമുക്ക് ഇൻ്റർനാഷണൽ ടെർമിനലിൻ്റെ അകത്ത് വരെ ഇരിക്കാം. ഞാൻ 8 മണിക്ക് ഇവിടെ എയർപോർട്ടിൻ്റെ അകത്ത് കയറി ഒരു മൂലയ്ക്ക് സ്ഥലം പിടിച്ച് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. സമയം 10:30 ആയിട്ടുണ്ട്. കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നമുക്ക് അകത്തേക്ക് കിടക്കാൻ പറ്റില്ല. 10:30 കഴിഞ്ഞാൽ അവിടെ കിടക്കാൻ പറ്റുള്ളൂ എന്ന് ഇൻഡിഗോൻ്റെ സ്റ്റാഫ് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നതാണ് കേട്ടോ. ഒരു റാപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കുറച്ചായിട്ട് കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറണുണ്ട്. ആകെ നാറിയിട്ട് വരുന്നു. രാവിലെ മൊത്തം വേർത്തല്ലേ. അപ്പോൾ ഒന്ന് ഇവിടെ വാഷ്റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ക്ഷീണമായി തുടങ്ങിയിട്ട് ചെറിയ ഉറക്കമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഡ്രസ്സൊക്കെ മാറി നമുക്ക് പതുക്കെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് പോകാം കേട്ടോ. നമ്മുടെ നാട്ടിലെ പോപ്പുലേഷൻ ഒരു വലിയ പ്രശ്നമാണ് കേട്ടോ. 1 മണിക്കൂർ 38 മിനിറ്റ് ക്യൂ നിൽക്കേണ്ടി വന്നു. ഇതിൻ്റെ അകത്ത് ഇമിഗ്രേഷൻ അകത്തേക്ക് കിടക്കാൻ കേട്ടോ. അയ്യോ മടുത്തു പോയി. അപ്പോൾ ഞാൻ ഗേറ്റ് നമ്പർ 46 ആ കാണുന്നതാണ് നമ്മുടെ ഗേറ്റ്. ഞാൻ ഇവിടെ ഒരു പവർ പ്ലഗ് നോക്കി വന്നതാണ്. അപ്പോൾ വേറൊരു കോമ്പറ്റീഷൻ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പവർ പ്ലഗ് കുത്തണം. ഇവിടെ മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കി എല്ലാത്തിലും ഓക്യുപ്പൈ ചെയ്തേക്കാണ് ആൾക്കാർ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഫോണൊക്കെ ചാർജ് ചെയ്ത് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. സമയം 12 മണിയുണ്ട്. 1:15 ആകുമ്പോൾ ബോർഡിങ് തുടങ്ങും. പിന്നെ അധികം നേരമില്ലല്ലോ. അപ്പോൾ നമ്മൾ നേരെ പറക്കുന്നു നൈറോബിയിലേക്ക്. മുംബൈയിൽ നിന്ന് നൈറോബി പോയി വരാൻ ഫ്ലൈറ്റ് ടിക്കറ്റിന് ക്രെഡിറ്റ് കാർഡ് ഓഫർ അടക്കം 44,000 രൂപയാണ് എനിക്ക് ചെലവായത്. മുംബൈയിൽ നിന്ന് 6-6.25 മണിക്കൂറിന്റെ ഫ്ലൈയിങ് ടൈം ഉണ്ട് നൈറോബിക്ക്. കെനിയൻ സമയം നമ്മളെക്കാൾ 2.5 മണിക്കൂർ പിന്നിലാണ്. അതുകൊണ്ട് തന്നെ പുലർച്ചെ 2:15 മുംബൈ വിട്ടാൽ കെനിയൻ സമയം 5:45 നൈറോബി എത്തും. അവിടെ നമ്മളെ പിക്ക് ചെയ്യാൻ നമ്മുടെ ട്രാവൽ പാർട്ട്ണർ ആയിട്ടുള്ള വൈൽഡ് എസ്കേപ്പിലെ 3 ഓണേഴ്സിൽ ഒരാളായിട്ടുള്ള അതിലെത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ കൂടെ വേറൊരു കാര്യം കൂടി പറയട്ടെ, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ഒരൊറ്റ രൂപ പോലും ഞാൻ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടില്ല. ഫ്ലൈറ്റിൽ ഒരുപോലെ കണ്ണടയ്ക്കാതെ ചുറ്റുമുള്ളവർ ഉറങ്ങുന്നത് നോക്കി 6 മണിക്കൂർ. അങ്ങനെ പുലർച്ചെ 5 മണി കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ 54 രാജ്യങ്ങളിലൊന്നായ കെനിയയുടെ എയർ സ്പേസിലേക്ക് കടന്ന് ക്യാപിറ്റൽ ആയിട്ടുള്ള നൈറോബിയിൽ ടച്ച് ഡൗൺ ചെയ്തു. ജോമോ കെനിയാട്ട ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നിറങ്ങിയ ഉടനെ ഒരു പണി കിട്ടി. ഡ്രോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നാക്കി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇമിഗ്രേഷനിൽ പിടിച്ചു.
അവിടെ സേഫ് ലോക്കറിൽ വയ്ക്കാൻ പറഞ്ഞു. പോണ വഴിക്ക് എടുത്തോ, അല്ലെങ്കിൽ പെർമിറ്റ് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നെറ്റിലൊക്കെ വായിച്ചത് പെർമിറ്റിൻ്റെ ആവശ്യമില്ല, പെർമിറ്റ് വേണം, പക്ഷേ പെർമിറ്റിൻ്റെ ആവശ്യമില്ലാണ്ട് നാഷണൽ പാർക്ക് അല്ലാത്ത സ്ഥലത്തൊക്കെ ഫ്ലൈ ചെയ്യാമെന്ന് ആണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഡ്രോണൊക്കെ നന്നാക്കി കൊണ്ടുവന്നത്. കുറേ പൈസയും ചിലവാക്കിയിട്ടാണ് ഡ്രോൺ നന്നാക്കി കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും അതവിടെ പിടിച്ചു വെച്ചു. ഒരു ദിവസത്തേക്ക് 30 സെൻറ്റ് USD സെൻറ്റ് വാടകയുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ച് പോകണ വഴിക്ക് റെസീറ്റൊക്കെ തന്നിട്ടുണ്ട്. ഇത് നോ റെസീറ്റ് നോ ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റെസീറ്റ് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് പോകണ വഴിക്ക് ഡ്രോൺ എടുക്കാം. അപ്പോൾ നമ്മുടെ ട്രാവൽ പാർട്ട്ണർ ഉണ്ടല്ലോ, മലയാളിയാണ് കേട്ടോ, അതുൽ എന്നാണ് ആളുടെ പേര്. പക്ഷേ ഇവിടെ ബോൺ ആൻഡ് ബോട്ടപ്പാണ്. അപ്പോൾ ആൾ പുറത്തെവിടെയെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ആൾ പറഞ്ഞ് ഇവിടെ കയറി കഴിഞ്ഞാൽ വൈഫൈ കിട്ടുന്നുണ്ട്, പക്ഷേ ഇവിടെ വൈഫൈ കിട്ടുന്നില്ല, എയർപോർട്ട് വൈഫൈ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് പുറത്തിറങ്ങി തപ്പാം. ഞാനിങ്ങനെ ഫോട്ടോയിലും ഒരു പ്രാവശ്യം വീഡിയോ കോളിലും കണ്ടത് മാത്രമേ ഉള്ളൂ. ചെറിയ എയർപോർട്ട് കേട്ടോ. പെട്ടെന്ന് പുറത്തിറങ്ങി. ഇതേ രാവിലെയായി, ഇവിടെ മഴയാണ്, ഇവിടെ എവിടെയെങ്കിലും ആളുണ്ടാവണം. നമസ്കാരം. ഡ്രോൺ പൊക്കി എന്നിട്ട് അവിടെ വെച്ചു. അവിടെ കസ്റ്റംസ്. അയ്യോ, അത് വിളിച്ചാൽ മതിയായിരുന്നു. നെറ്റില്ല ഉള്ളില്, വൈഫൈ കിട്ടുന്നില്ല. അപ്പോൾ പോണ വഴിക്ക് എടുത്താളാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് അതുൽ. അപ്പോൾ അതിലും ഫാദറും കൂടിയിട്ടാണ് നമ്മുടെ കമ്പനി റൺ ചെയ്യുന്നത്. അപ്പോൾ അവരാണ് നമ്മുടെ ട്രാവൽ പാർട്ട്ണർ അല്ലേ? വെക്കട്ടെ. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകണത് കഴിഞ്ഞ് നമ്മൾ ആദ്യം വീട്ടിൽ പോകണം, ഫ്രഷായി പിന്നെ കാര്യങ്ങൾ തുടങ്ങാം. കുറച്ചു നേരം ഉറങ്ങാൻ പറ്റുമോ? ഒട്ടും ഉറങ്ങാൻ പറ്റില്ല. ചേട്ടനോട് എത്ര നാളായി? ഈ ചേട്ടൻ നൈജീരിയയിലാണ്. ഓക്കെ. ഞാൻ ആക്ച്വലി വൈൽഡ് എസ്കേപ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്, ഞാനും ഇവന്റെ ഫാദറും കൂടി. ഓക്കെ. 2017 അന്ന് മുതൽ ഞാൻ വന്നും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ. അപ്പൊ നൈജീരിയയിൽ വേറെ ബ്രാഞ്ച് ഉണ്ടോ? നൈജീരിയയില് ബ്രാഞ്ച് ഇല്ല. ഞാൻ നൈജീരിയയില് എനിക്ക് വേറൊരു ഇൻഷുറൻസിന്റെ വർക്കും കൂടി ഉണ്ട്. ഓക്കെ. ഇവിടെ കാണോ ജിറാഫിനെ? ഇപ്പൊ കാണോ? ഇപ്പൊ കാണില്ല. കാണുന്ന കാര്യം കാണുന്നത് നൈറോബി നാഷണൽ പാർക്ക് എന്നാട്ടോ പറഞ്ഞത്. പണ്ടൊക്കെ ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ ജിറാഫിനെയും സീബ്രേനെയും ഒക്കെ കാണാൻ പറ്റുമായിരുന്നു അത്ര. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ യാത്ര തുടങ്ങി അല്ലേ? എത്ര ദൂരം ഉണ്ട് വീട്ടിലേക്ക്? 20 minutes. ഇതിപ്പോ മഴ പെയ്തോണ്ടാണോ ഈ തണുപ്പുള്ള? മഴ പെയ്തല്ല, നോർമലി ഈ തണുപ്പുണ്ട്. ഈ തണുപ്പ് കൂടും. നമ്മളിപ്പോ വിന്ററിലേക്ക് പോവാണ്. നമ്മള് മറ്റേ സദേൺ ഹെമിസ്ഫിയർ ആണ്. അപ്പൊ ഇവിടെ എപ്പോഴാ വിന്റർ വരാ? ജൂൺ മുതൽ. കെനിയയുടെ ഫസ്റ്റ് ഇംപ്രഷനിൽ ഞാൻ ശരിക്കും വീണുപോയി. കിഡിലൻ റോഡ്സ്, നീറ്റ് ആയിട്ടുള്ള ഫുട്പാത്ത്, നല്ല ഫ്രഷ് എയർ, അടിപൊളി ട്രാഫിക് ഡിസിപ്ലിൻ, കാണാൻ ഭംഗിയുള്ള സ്കൈലൈൻ, എല്ലാം എന്നെ ഞെട്ടിച്ചു. പിന്നെ ഇതൊന്നും പോരാതെ നൈറോബി ഒരു IT BPO പവർ ഹൗസ് ആണ്. ചൈനയിൽ പോലും മൊബൈൽ മണി ട്രാൻസ്ഫർ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് 2007 മൊബൈൽ പേയ്മെന്റ്സ് കൊണ്ടുവന്ന നഗരം, ടെക്നോളജിയുടെയും ഇന്നോവേഷന്റെയും ഹബ്ബ്. സിലിക്കൺ സവാന എന്ന് വിളിപ്പേരുള്ള നൈറോബി ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ തന്നെ ഫാസ്റ്റ് ഡെവലപ്പിംഗ് സിറ്റീസിൽ ഒന്നാണ്. ഇവരുടെ ഭാഷയായിട്ടുള്ള സ്വാഹിലിയിൽ കരീബു എന്ന് പറഞ്ഞാൽ സ്വാഗതം എന്നാണ് അർത്ഥം. സോ എല്ലാവർക്കും കരീബു നൈറോബി. പ്രൈമ അല്ലേ? പ്രൈമ കോട്ട് അതാണ് ബിൽഡിംഗ്. ആ 4 ഫ്ലോർസ് റെസിഡൻസും താഴെ ഓഫീസും. ഇവിടെ ഗവൺമെന്റ് ഓഫീസ് 7 ഓപ്പൺ ആവും. എന്നിട്ട് ഈവനിങ് എത്ര മണി വരെ? അവര് 4:30 വരെ. ഇത് പണിയണ സമയത്ത് 4 ഫ്ലോർ പണിയാനായിട്ട് ലിഫ്റ്റ് വേണ്ട. 4 ഫ്ലോറിന് മേലെ പണിയുമ്പോ ലിഫ്റ്റ് വേണം. അത് കുഴപ്പമില്ല. വെയിറ്റ് ഇല്ല, അതാകുമ്പോൾ പോയിക്കോളൂ. ഇല്ല, അത് കുഴപ്പമില്ല. അതെ, താങ്ക് യു. അപ്പൊ അന്ന് കാലത്ത് ബിൽഡ് ചെയ്തിരുന്ന എല്ലാവരും 4 ഫ്ലോറിൽ നിർത്തും. കാരണം 5ാമത്തെ ഫ്ലോറിലേക്ക് പോകുമ്പോ ഒരു 10 ഫ്ലോർ പണിയുടെ കാശ് കൊടുക്കണം ഈ ലിഫ്റ്റ് വെക്കാനായിട്ട്. ഇതാണ് നമ്മുടെ ഒരു വണ്ടി. ഓക്കെ. ഇത് ഏതാ? ടൊയോട്ടയുടെ ലാൻഡ് ക്രൂസർ അല്ലേ? ഇതിലാണോ സഫാരി ഒക്കെ പോകുന്നത്? ഓക്കെ. TRA ടൂറിസം റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പൊ TRA അപ്രൂവ് ചെയ്യണം. നമ്മള് TRA അപ്രൂവ് ചെയ്യാണ്ട് ചെയ്യണവരുണ്ട്, അപ്രൂവ് ചെയ്ത് ചെയ്യണവരുണ്ട്. അപ്പൊ TRA അപ്രൂവ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മുടെ വണ്ടി എല്ലാ കൊല്ലം ഇൻസ്പെക്ഷന് പോകണം. ഓക്കെ. ഇൻസ്പെക്ഷന് പോയിട്ട് റോഡ് ഫിറ്റിന് സേഫ്റ്റി കിട്ടണം. TRA അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വണ്ടിക്കും പാസഞ്ചേഴ്സിനും ഇൻഷുറൻസ് കിട്ടുള്ളൂ.
നോർമലി നമ്മൾ വണ്ടിക്കല്ല ഇൻഷുറൻസ്, പക്ഷെ ഇത് വണ്ടിക്കും പാസഞ്ചേഴ്സിനും കൂടി ഉള്ള ഇൻഷുറൻസ്. ഒരു വർഷത്തെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു $6,000-6,200 വരും ഇൻഷുറൻസ് മാത്രം. നമസ്കാരം. ഫാദർ. വെൽക്കം. താങ്ക് യു. ഇതാണ് നമ്മളുടെ ഓഫീസ്. ഇതാണ് ഓഫീസ്. ഓക്കെ. അല്ല, ഇത് ഞാനും ശരത്തും അതുള്ളൊക്കെ യൂസ് ചെയ്യുന്ന ഓഫീസ്. ഓക്കെ. ഇവിടെ സ്റ്റാഫ് ഇരിക്കുന്നു. Okay. That is Stancy. Hello, Stancy. She handles our accounts, and she is Mary. She handles Hello, Mary. all reservations, hotel bookings. And Okay. Emergency ക്ക് നമ്മളുടെ ചെറിയൊരു ബെഡ്റൂം Okay. സെറ്റ് സെറ്റ് ചെയ്ത് വരുന്നുണ്ടോ? ആ. പണികൾ മുഴുവനായി വരികയാണ്. ഇവിടെ കേർട്ടൻസ് പെട്ടെന്ന് ഹോട്ടൽ റൂം ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസിക്ക് നമുക്ക് ഇപ്പൊ ഒരാൾക്ക് ഒരു ദിവസം അക്കോമഡേറ്റ് ചെയ്യണം വേണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ, പിന്നെ ഈ ബാക്ക് പാക്കേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ വരും. ഓക്കെ. അപ്പൊ അവർക്കൊക്കെ വേണമെങ്കിൽ നമുക്കൊരു നൈറ്റിന് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, ഒന്ന് ഫ്രഷനപ്പായി കുളിച്ച് റെഡി ആയിട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടി എന്തോ കമ്പനിയുടെ ആവശ്യമായിട്ട് എങ്ങോട്ടോ പോവാണ്. അപ്പോൾ ഞാനും കൂടെ കയറി ഇരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചേ, പക്ഷേ ഇവരുടെ കൂടെ പോവാം. അപ്പോൾ നമുക്ക് മാക്സിമം സമയം കെനിയയിൽ യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ സ്റ്റാഫൊക്കെ ഉണ്ട്, അവരെവിടെയോ ബാങ്കിലോ എവിടെയോ കൊണ്ട് ബാങ്കിലേക്കാണോ പോണേ? ഓക്കെ. അപ്പോൾ ബാങ്കിലൊക്കെ പോവാം. ഞാനും കയറി ഇരുന്നത് ഫ്രണ്ടിൽ സീറ്റ് ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന കാഴ്ചകൾ വൃത്തിയായിട്ട് കാണാമല്ലോ അല്ലേ? ഇതാണ് അതുലിന്റെ ഫാദർ കേട്ടോ, ശരത് അങ്കിള്. ശരത് അങ്കിളും കുമാരങ്ങളും കൂടിയിട്ട് 2017 അല്ലേ? 2017 ഈ വൈൽഡ് എസ്കേപ്പ് എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് പറഞ്ഞ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്കയുടെ UN ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. മുകളിൽ ഓപ്പൺ ഫിഫയുടെ സ്പെക്സ് പ്രകാരം വന്നിട്ടുള്ളതാണ്. അതിൽ നമ്മൾ അടുത്ത കുറച്ച് ദിവസം എന്താ ചെയ്യാൻ പോണേ? ആംബോസെല്ലിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ആംബോസെല്ലിയിലേക്ക് പോകും. ആംബോസെല്ലിയിൽ എലിഫന്റ് ഹേർഡ്സ് വിത്ത് കിളിമഞ്ചാറോ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് നെക്സ്റ്റ് ഡേ മൊംബാസയിലേക്ക് പോകും. അപ്പോൾ ഓൺ ദ വേ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കവർ ചെയ്യാനുള്ളത്. അതെല്ലാം കവർ ചെയ്ത് മൊംബാസയിൽ നിന്ന് പിന്നെ നമ്മൾ ഡിയാനി സൗത്ത് കോസ്റ്റിലേക്ക് പോകും. പിന്നെ അവിടുന്ന് മലിണ്ടിയിലേക്ക് പോകും. മലിണ്ടിയിൽ നിന്നാണ് കേരളത്തിലേക്ക് നമ്മുടെ വാസ്കോ ഡ ഗാമ വന്നത്. അപ്പൊ ആദ്യം കേരള എന്ന് വെച്ച് വന്നത് മലിണ്ടിയിലേക്കാണ്. പിന്നെ അവിടെ നിന്നാണ് പോയത്. ഗുജറാത്തി ആരോ അങ്ങനെ അതിപ്പോഴും ഷോറല്ല എന്നുള്ളത്. അതെ, അത് രണ്ട് ഇതുണ്ട് അതില്, ഗുജറാത്തിയും അറബ് എന്നുള്ളത് ഉണ്ട്. അതിപ്പോ നമ്മള് ഓൺലൈനിൽ നോക്കിയാലും അത് 100% ഷോർ ആയിട്ടുള്ള ഒരു ഇത് കിട്ടില്ല നമുക്ക്. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോ സാവോലൊന്ന് കയറും റെഡ് എലിഫന്റ്സിനെ കാണാൻ വേണ്ടിയിട്ട്. സാവോന്ന് നൈറോബിന്ന് പിന്നെ നമ്മൾ മസൈമാറ, നൈവാഷ, നക്കൂറു. പിന്നെ കണ്ടമാനം മൈഗ്രേറ്റീവ് ബേർഡ്സ് വരുന്ന ബേർഡ് വാച്ചിങ്ങിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സാവോ ഈസ്റ്റ്. അതുപോലെ ആംബോസെല്ലിയും ബേർഡ് വാച്ചിങ്ങിന് ഉള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. മാറേന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഓസ്ട്രേലിയയിലേക്ക് പോണ ബേർഡ്സ് എല്ലാം കെനിയയിലത്തെ ഇത് കഴിഞ്ഞാൽ പിന്നെ അവർ മഡഗാസ്കർ, കേരളത്തിലെ തട്ടേക്കാട്, അവിടുന്ന് പിന്നെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് സൈഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ബേർഡ്സ്. ഓക്കെ. അപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 70% നമ്മൾ കവർ ചെയ്യും. അത്രയുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ റഫ് റൂട്ട്. ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് അതിൽ പറയാണ്. കാരണം അതിൽ കുറച്ചും കൂടി ഒരു ഐഡിയ ഉണ്ട്. ഞാൻ ഇതിനെ കുറിച്ചൊക്കെ ഇന്ന് വായിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അത് എന്താ ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അല്ലേ? അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ രണ്ടുപേരും കൂടി അല്ലേ പോകുന്നത്. അപ്പോൾ അങ്കിളും ഞാനും കൂടി ആയിരിക്കും പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അതിൽ ജോയിൻ ചെയ്യും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കേട്ടോ. അതായത് ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് അതിൽ ജോയിൻ ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു 2 days
ഇറങ്ങും. അതെല്ലാം അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ പ്രാവശ്യം വർക്കൊന്നും ഇല്ല കേട്ടോ. എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ ജസ്റ്റ് കെനിയയിലേക്കുള്ള ഒരു എൻട്രി എന്നുള്ള പോലെയായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇന്ന് രാത്രി കുറേ പരിപാടികളുണ്ട്, ഉച്ചയ്ക്കും പരിപാടികളുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വൈൽഡ് എസ്കേപ്പിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ 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 ബൈ.